ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2 കപ്പക്കയിലും കിട്ടിയിട്ടുണ്ട്. കുറേ കുത്തിയായിട്ടാണ് കിട്ടിയത്. ഭയങ്കര ഉറപ്പതിൻ്റെ ആ ഒരു ഞെട്ടിന്. അപ്പോൾ ഇന്നെങ്ങനെ എന്താ കറി വെക്കേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ആണ് തോന്നിയത് കപ്പക്ക പറിച്ചിട്ട് അവിയലുണ്ടാക്കാമെന്ന്. ഈ കപ്പക്ക കൊണ്ടില്ലേ അവിയലില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ അമ്മയെല്ലാം എപ്പോഴും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു രുചി നമുക്ക് വായിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കപ്പക്കയും അങ്ങനെ ചക്കക്കുരുവും മുരിങ്ങവാള് നമുക്ക് തന്നെ ഉണ്ട്, നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു അവിയലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കപ്പക്കയിലും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. ഈ മുരിങ്ങവാള് കുറേയെല്ലാം ഇല്ലേ കുറച്ച് മൂത്തിന് കേട്ടോ, മേലെല്ലാം ഉള്ളത് ഇന്നലെ വിനോദട്ടെ പറിച്ചിട്ട് കിട്ടിയതാണ്. കുറേ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്, മാങ്ങയും ചക്കയും മുരിങ്ങവാളും. അങ്ങനെ തന്നെ കപ്പയ്ക്ക് ഒരുപാട് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പക്കയിൽ നമുക്ക് മുറിച്ചെടുത്ത് ക്യാരറ്റും ഉണ്ട്, പിന്നെന്താ ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരു ഞാൻ പഴുത്ത ചക്കയിൽ ഇങ്ങനെ എടുത്തതിനില്ലേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ അതും കൂടി എല്ലാം കൂടി ആകുമ്പോൾ ഒരു അവിയലായല്ല. മുരിങ്ങവാളും കപ്പയ്ക്കും ഇട്ടാൽ തന്നെ ഭയങ്കര ടേസ്റ്റായി. അങ്ങനെ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കുക. എന്നിട്ടാ ഈ കപ്പക്ക കൊണ്ട് ഓലനും ഉണ്ടാക്കുക, നല്ല ഓലൻ ഉണ്ടാക്കും കേട്ടോ അമ്മ. അതുപോലെ തന്നെ ഞാനും ഉണ്ടാക്കി. അവസാനം കുഞ്ഞുള്ളിയും ചുവന്ന കുഞ്ഞുള്ളിയില്ലേ അതും വെളുത്തുള്ളിയെല്ലാം ഇങ്ങനെ കാച്ചി വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചുവന്ന മുളകെല്ലാം ഇങ്ങനെ ഇട്ടിട്ട്. തേങ്ങാപ്പാൽ നമുക്ക് കപ്പക്ക ഓലനിൽ ഒഴിക്കൂല. അപ്പോൾ കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിലുണ്ടാക്കാം. ഇന്ന് അടുപ്പിലാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അധികം ഞാൻ അടുപ്പിൽ തന്നെ ഉണ്ടാക്കൽ. ഇടയ്ക്ക് മടി വരുമ്പോൾ ഗ്യാസിലാക്കും. കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ അങ്ങനെ വരുന്നവരെ വെച്ചിട്ട്. അതിനേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ഗ്യാസിന് കുറച്ച് ക്ഷാമല്ലല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ ആ ഒരു അടുപ്പിൽ വെറുതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ അത് കത്തിച്ചിട്ട് അവിയലിൻ്റെ കഷ്ണമെല്ലാം വേവിക്കാൻ വെക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ അടപ്പില്ല എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടാ. അത് അടക്കുമ്പോൾ ആവിയെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ട് ഞാനൊരു ഇല വെച്ച് മൂടിയിട്ട് പിന്നെ ഒരടപ്പെടുത്തിട്ട് അടച്ച് വെച്ചതാണ്. ഇപ്പം നല്ല വൃത്തിക്ക് വേവ് കേട്ടോ. അത് അതിൻ്റെ ആവി പുറത്തേക്ക് പോയാൽ പിന്നെ കഷ്ണങ്ങൾ വേവില്ലല്ലോ, അതുകൊണ്ടാണ് ഇല വെച്ച് മൂടിയത് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ അരിയെല്ലാം ഇട്ടത് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വെന്തോന്നെല്ലാം നോക്കുകയെന്നേ. നമുക്ക് ഈ അടുപ്പ് കത്തിച്ച ചോറും അതിൻ്റെ കഞ്ഞിര വെള്ളമെല്ലാം കുടിക്കാൻ ഭയങ്കര ഒരു രുചിയാണെന്നല്ലേ. നമ്മൾ ഈ നാട്ടിൻ പുറത്തുകാർക്ക് അതൊക്കെ സാധിക്കുമല്ലേ, വിറകെല്ലാം എടുത്ത് കൊണ്ടുവന്ന് അടുപ്പെല്ലാം കത്തിച്ച്. ഈ ഫ്ലാറ്റിൽ അങ്ങനെയൊന്നും താമസിക്കുന്നവർക്കൊന്നും ആ ഒരു സൗകര്യം ഉണ്ടാവില്ല. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കൊതിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് വീട്ടിൻ്റെ അടുത്തുള്ള ഫ്രണ്ട് കൊണ്ട് തന്ന ഒരു കായാണ്. അതൊരു ചെറിയൊരു എന്തോ ഒരു പഴമാണ്, എന്തോ പേര് പറഞ്ഞോളൂ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് തിന്ന് കഴിഞ്ഞിട്ട് നമ്മളെ പാവക്കില്ലേ കൈപ്പക്ക, അത് പച്ചമാങ്ങയെല്ലാം പുളിയെല്ലാം തിന്നുമ്പോൾ നല്ല മധുരം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടു തന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അത് സത്യം തന്നെ. അപ്പോൾ പുളിക്കൊന്നും പുളി രസമില്ല. പച്ചമാങ്ങയിൽ നമുക്ക് കടിച്ച് അങ്ങനെ തിന്നാം. ഈ ഒരു കുഞ്ഞി ആ ഒരു ചുവന്ന പഴം തിന്ന് കഴിയുമ്പോട്ടാ. പിന്നെ ഇതാ തേങ്ങയും കുറച്ച് തേങ്ങയും 3-4 പച്ചമുളകും കുറച്ച് കാന്താരിയും കൂടി ഇട്ടിട്ട് ജീരകവും തൈരും വെളുത്തുള്ളിയും എല്ലാം കുറേശ്ശാട്ടാ. വെളുത്തുള്ളിയിലെല്ലാം ടേസ്റ്റ് അധികം വന്നാൽ പിന്നെ എന്തോ തൊണ്ടക്കുന്ന ഒരു കുത്തൽ പോലെയാവേ. അതുപോലെ തന്നെ ജീരകത്തിൻ്റെ നമുക്ക് അങ്ങനെയാണ് കേട്ടോ. അന്നിൻ്റെ രുചി അധികം മുന്നിൽ നിന്നൂടാ, എല്ലാം ഒരു ലൈറ്റായിട്ട് ആയിക്കൂടും. അപ്പോൾ എല്ലാം കൂടി ആക്കി തൈരും കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടാണ് ഞാൻ അവിയലിന് അരച്ചെടുക്കലേ. മോളിപ്പുറത്തുനിന്ന് സൈലത്തിൻ്റെ ക്ലാസ് വെക്കുന്നുണ്ട് കേട്ടോ. നാളെ കെമിസ്ട്രി പരീക്ഷയാണ്. അപ്പോൾ അത് കേൾക്കുന്നുണ്ടോ അറിയില്ല നിങ്ങൾക്ക്. ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ട് തന്നെയാണ് പറയുന്നത്. എന്നാലും അത് ഫോണിലേ കൂടി അവർ ക്ലാസ് കേൾക്കുമ്പോൾ അത് ടീച്ചറുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ കഷ്ണങ്ങളെല്ലാം ഇല്ലാതെ വേവാൻ വെച്ച് അരവും ഒന്ന്
അവിയലിനെ അങ്ങനെ ഒന്ന് നല്ലോണം അരിയണ്ടല്ലോ, അങ്ങനെയും കൂടെ ആക്കി വെച്ചിട്ട് പാത്രമെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് കഴുകാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ചാൽ നമുക്കൊരു സുഖമല്ലേ. പിന്നെ കുറേ പാത്രം ഇങ്ങനെ ഇട്ട് വൈകുന്നേരം വരെ ആകുമ്പോഴേ അത് ഭയങ്കര ഒരു ചായക്കാനാകുമ്പോഴേ അടുക്കളയിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മടിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആയായ ഓരോ പാത്രങ്ങളില്ലേ കഷ്ണം മുറിച്ചെടുത്തതും അങ്ങനെ ഇങ്ങനെ എല്ലാം ആ പാത്രം തേങ്ങ ചെറിയ പാത്രം അതെല്ലാം കഴുകി കൈയോടെ അങ്ങ് വെച്ചാൽ പിന്നെ അടുക്കള ഒരു നീറ്റായില്ലേ. അങ്ങനെ ഇതാ പാത്രം എല്ലാം കഴുകി ഗ്യാസ് വെച്ച് ആ തട്ടെല്ലാം ഒന്ന് തുടച്ചെടുത്ത് നീറ്റാക്കി വെച്ചിട്ടാ. ഇനി അടുപ്പിൻ്റെ ഭാഗവും കൂടി എല്ലാം ഒന്ന് കറിയെല്ലാം ആയി കഴിയുമ്പം തുടക്കണ്ടു. അത് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ തുടച്ചാൽ മതി. നല്ലപോലെ കത്തി വേവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ടില്ലേ വിറകെല്ലാം നല്ലപോലെ കത്തുന്നുണ്ട്. ഇനി മഴക്കാലം വരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഈ ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കറികളില്ലേ സാമ്പാർ, അവിയൽ, മീൻ കറി, ചിക്കൻ കറി അങ്ങനത്തെ എല്ലാം ഞാൻ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കും. സോറി, ഗ്യാസിലല്ല കേട്ടോ, അടുപ്പിൽ തന്നെ ഉണ്ടാക്കട്ടെ. ഇപ്പോൾ ഗ്യാസിലൊക്കെ ഒന്നും ഉണ്ടാവും അങ്ങനെ പറഞ്ഞത്. ഇത് അടുപ്പ് കത്തിച്ചിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ. മഴക്കാലം വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അപ്പോഴത്തേക്ക് പ്രശ്നങ്ങളെല്ലാം നേരെയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും കേട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടി പോവില്ലേ, എല്ലാവരും പെട്ടുപോകും. അപ്പോൾ കഷ്ണം കുറച്ചും കൂടി വേവാനുണ്ടത്രേ. ഈ വീഡിയോ ഞാൻ ഇന്നെടുക്കുന്നതല്ല, ഇത് 2-3 ദിവസം മുന്നിലേ ഞാൻ എടുത്തിട്ട വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഇന്നാന്ന് ഇടാൻ വേണ്ടിയിട്ട് സൗകര്യം കിട്ടിയത്, അങ്ങനെയാണ് കേട്ടോ ഇന്നെടുത്തിടുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം. അപ്പോൾ ഞാനിന്ന് ഈ പച്ച കശുവണ്ടിയില്ലേ അത് പറിച്ചിട്ട് പിന്നെ ഈ മസാലക്കറി ഇറച്ചിക്കറി വെച്ച പോലെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ ഇട്ടവിടെ നല്ലോണം ആൾ കണ്ടിട്ടുണ്ട്, പക്ഷേ സബ് കൂടിയിട്ടാട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അങ്ങനെ ഇതെൻ്റെ ചോറെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വറുക്കാൻ നോക്കലാണ്. ഈ മണ്ണിൻ്റെ കല്ലും കൂടി ആകുമ്പോൾ ഭയങ്കര ചൂടാന്ന് കേട്ടോ. കൈക്കേക്കാൻ ചൂടടിക്കും. എൻ്റെ മേലോട്ടാകെ ഈ ചൂട് കൂടി പൊന്തിയിട്ടില്ല കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടാണ്. അടുപ്പിൻ്റെ അടുത്തും കൂടി നിൽക്കുമ്പോൾ ഭയങ്കര ചൂടായിട്ട് ഇങ്ങനെ ചൂട് കൂടി പൊന്തി വന്നിട്ടുണ്ട് മേലോട്ടാകെ. മഴ ഒന്ന് പെയ്താൽ അതെല്ലാം ഇങ്ങനെ താണു പോയിക്കോളും. നൈസൽ പൗഡറെല്ലാം പിന്നെ രാത്രിയാകുമ്പോൾ ഇട്ട് അങ്ങനെയെല്ലാം നേരെയാക്കും. അങ്ങനെ കിഴക്കോട്ട് തിരിച്ച് വെച്ചിട്ട അമ്മ എപ്പം പറയുന്ന പോലെ തന്നെ ഞാൻ കിഴക്കോട്ട് അരി വാർത്തയും അങ്ങനെ തിരിച്ച് വെക്കാൻ പറയാം. പിന്നെ ഇതാ അരപ്പെല്ലാം കൂടിയിട്ട് നമുക്ക് ആ വെന്ത കഷ്ണത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മിക്സിയുടെ ജാറ് കൂടി ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ടാ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കയ്യിലിൻ്റെ ചിരട്ടക്കയ്യിലിൻ്റെ ഈ വാലില്ലേ അതിനോട് പിടിയോണ്ട് നമുക്ക് ഇളക്കി കൊടുക്കല്ലേ. എന്നാൽ കഷ്ണങ്ങളൊന്നും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ അലിഞ്ഞു പോകില്ല കേട്ടോ. നല്ല അതുപോലെ തന്നെ ഉണ്ടാവുമേ. അങ്ങനെ എൻ്റെ അവിയലിതാ റെഡിയാകുമ്പോൾ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. തിളച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. നല്ല കളറെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ കപ്പക്കയില്ലേ കുറച്ചൊന്നിങ്ങനെ ഇളം മധുരം വന്നതിന് അതും കൊണ്ട് ഈ പുളിങ്കറി, കപ്പക്ക പുളിങ്കറി, അവിയലെല്ലാം ഉണ്ടാക്കിയല്ലോ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഈ അവിയലിൽ കുറച്ച് പഞ്ചസാര ഇടും. അത് എൻ്റെ അമ്മ പറഞ്ഞെന്നൊരു കാര്യമാണ്. എന്നാലും ആ ഒരു പുളിക്കെല്ലാം ഒരു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഈ കപ്പക്കൊക്കെ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ഇതിലുണ്ടാണ് ഇപ്പോൾ പഞ്ചസാര ഇടാണ്ടുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അതിന് നമുക്ക് അവസാനം അവിയലിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ അവിയൽ റെഡിയായി. കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ചോറ് വിളമ്പാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ നല്ല വിശേഷമായിട്ട് കാണുന്നത് വരെ ബൈ.